KSU കാലഘട്ടത്തിലെ കഷ്ടപ്പാടിൻ്റെ കഥയാണ് ഏറ്റവും കൂടുതൽ ഓർക്കാനുള്ളത്. അന്ന് നിലപാടെടുക്കാൻ ഭയപ്പെടണ്ടായിരുന്നു. നിലപാടുള്ളവനെ കുറിച്ച് എല്ലാവർക്കും ബഹുമാനം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ഈ ആഹാരത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അന്നത്തെ പ്രധാനപ്പെട്ട ഒരു ആഹാരമാണിത് പൊറോട്ടയും സാമ്പാറും. കുറഞ്ഞ ചെലവിൽ കാര്യങ്ങൾ നടക്കുന്നത്. എല്ലാ കുട്ടികൾക്കും രാഷ്ട്രീയം ഉണ്ടല്ലോ. 95% ആളുകൾക്കും പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചത് എൻ്റെ ഭാവി പോയി എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഫാദർ മിക്കവാറും വീട്ടിൽ സംസാരിക്കുന്നുള്ള അമ്മ പറയും നമ്മളോട്. KSU എന്ന് പറഞ്ഞാൽ എനിക്കൊരു വലിയ വികാരമായിരുന്നു. അന്നുണ്ടായിരുന്ന KSUവിൻ്റെ നേതാക്കന്മാർക്കാണെങ്കിലും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കാണെങ്കിലും കൃത്യമായ ഒരു നിലപാടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു. എല്ലാ കാര്യത്തിലും നിലപാടെടുക്കുമായിരുന്നു, എല്ലാ വിഷയങ്ങളിലും. കാരണം നിലപാടിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് നിലപാടെടുക്കാൻ ഭയപ്പെടണ്ടായിരുന്നു. നിലപാടുള്ളവനെ കുറിച്ച് എല്ലാവർക്കും ബഹുമാനം ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പേരിൽ ആരെയും നമ്മൾ ഒതുക്കാറില്ല. എന്നാൽ പിന്നെ ചില നേതാക്കന്മാരൊക്കെ വ്യക്തിപരമായി അവർക്കെതിരായിട്ടൊക്കെ സംസാരിക്കുന്നവരൊക്കെ നോട്ട് ചെയ്ത് വെക്കുകയും ചില ചവിട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ടാകും. അത് സ്വാഭാവികമാണ്. അല്ലാതെ ക്യാമ്പുകളിലൊക്കെ നിലപാടുകൾ പറയുന്ന ആളുകൾ ഒരു ഹീറോയാണ്. അവനെ അങ്ങനെ തട്ടാനൊന്നും ബാക്കിയുള്ളവർ സമ്മതിക്കില്ല, നിലപാടുകളുള്ള ആളുകളെ. പക്ഷെ ആ നിലപാടൊന്നും വ്യക്തിപരമായിരുന്നില്ല പലതും. പക്ഷെ ഇപ്പം കുറെ കൂടിയൊക്കെ അല്ല, അന്നും ചില നേതാക്കന്മാരൊക്കെ ഉണ്ട്, ചില ആളുകളുണ്ട് അവർക്കെതിരെ സംസാരിക്കുന്നത് അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ ഒതുക്കിയിട്ടുള്ള കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ എനിക്ക് മുമ്പേ ഉള്ള കഥകളാണ് കൂടുതൽ കേട്ടിരിക്കുന്നത്. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും KSU ക്യാമ്പുകൾക്കകത്ത് അഭിപ്രായം പറയുന്ന ആളിന് അതിൻ്റെ ഒരു നിലയും വിലയൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ അംഗീകാരം ഉണ്ടായിരുന്നു. കുട്ടികൾക്കിടയിൽ അവർ ഹീറോയുമായിരുന്നു. അതൊന്നും കുഴപ്പമുള്ള കാര്യമായിരുന്നില്ല. KSU കാലഘട്ടത്തെ ഓർക്കുമ്പോൾ കൂടുതലായിട്ട് എന്താണ് ഓർമ്മ വരുന്നത്? KSU കാലഘട്ടത്തിലെ കഷ്ടപ്പാടിൻ്റെ കഥയാണ് ഏറ്റവും കൂടുതൽ ഓർക്കാനുള്ളത്. കാരണം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനിതൊന്നും പ്രതീക്ഷിച്ചതിനകത്ത് വന്നു ചാടിയതല്ല. ഞാൻ പറഞ്ഞില്ല, പരമ്പരാഗതമായി കുടുംബപരമായി കോൺഗ്രസ് ആയിരുന്നു, KSU ആയിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ രാമപുരം സെൻറ്റ് ഏഷ്യൻസ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. അവിടെ യൂണിറ്റ് ആദ്യമേ KSU സ്ഥാപിക്കുന്നത് ഞങ്ങളൊരു 3-4 പേരാണ്. ഞങ്ങൾ കൊച്ചായിരിക്കും 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ KSU യൂണിറ്റ് സ്ഥാപിച്ച് ഞങ്ങൾ അവിടെ KSU ആ വർഷം സ്കൂൾ പാർലമെൻ്റ് ഇലക്ഷൻ തുടങ്ങിയ വർഷമാണ്. ഞങ്ങൾ ആ വർഷം ജയിക്കുന്നു. അപ്പം അന്ന് മുതലേ നമ്മളങ്ങ് സജീവമായത്. അന്നത്തെ കാലത്തൊക്കെ നമുക്ക് ഈ ഞങ്ങൾ ചോര എഴുതുന്നത് വെച്ചാൽ കപ്പ പറിക്കും. കപ്പ പറിച്ചിട്ട് ഭിത്തിയിലും റോഡിലങ്ങ് എഴുതും. അപ്പോൾ ടാറിലോട്ട് കപ്പ പറിച്ച് എഴുതി കഴിഞ്ഞാൽ നേരം എടുക്കുമ്പോഴത്തേക്ക് അതെല്ലാം നമുക്ക് ഉമ്മായം കൊണ്ട് എഴുതുപോലെ ഇപ്പോൾ KSU എന്നൊക്കെ വരും. പച്ചക്കപ്പ കുറച്ചാണ് ഞങ്ങളുടെ അന്നത്തെ എഴുത്തൊക്കെ. അപ്പം അന്നതൊക്കെ വലിയ ആവേശം. പിന്നെ തൊഴിയിൽ നമ്മൾ തന്നെയാണ് ബാനർ എഴുതുന്നതൊക്കെ. അന്നത്തെ കാലത്ത് ഇലക്ഷനിലും അങ്ങനെയാണ്. പിന്നെ സ്ഥാനാർത്ഥികളുടെയൊക്കെ അതാത് വാർഡ് കമ്മിറ്റികളും ബൂത്ത് കമ്മിറ്റികളും ഒക്കെ പിന്നെ തുണിയിൽ അവർ ഇന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ച് ബോർഡ് വയ്ക്കുന്ന സ്ഥിതിയാണ്. ഇന്നത്തെ പോലെ പ്രൊഫഷണലായിട്ടുള്ള ഒരു സംവിധാനം ഇല്ലാത്ത കാലമാണ്. അന്ന് KSUവിൻ്റെ നമ്മൾ അങ്ങനെയായിരുന്നു. പക്ഷെ അത് വലിയ ആവേശമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെയൊക്കെ ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിങ്ങനെ പഠിക്കാൻ വിടുന്നു പോകുമ്പം ഫുൾ ടൈം അന്നത്തെ കാലത്ത് എന്നും സമരമാണ്. ഓരോ ഒന്നല്ലെങ്കിൽ വേറൊരു കാരണത്തിൽ എന്നും സമരം. പിന്നെ സമരം എന്ന് പറയുന്ന ഒരു ഫാഷനായി മാറി. ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഒരാണ്ടിൽ 100 ദിവസം വരെ സമരം നടന്നിട്ടുള്ള പിന്നെ വർഷങ്ങളുണ്ട്. ഞങ്ങളൊരിക്കൽ സ്കൂളിൽ 100ാം സമരം ആഘോഷിച്ചിട്ടുണ്ട്. 100 ദിവസത്തെ സമരങ്ങൾ എന്ന് സമരമാണ്. വിദ്യാർത്ഥി ഐക്യം വിദ്യാർത്ഥി സമരം എന്ന് നമ്മുടെ ഗേറ്റിന് മുമ്പ് എന്ന് വിളിച്ചാൽ അന്ന് സമരമാണ്. അപ്പം അത്രമാത്രം എല്ലാ കുട്ടികൾക്കും രാഷ്ട്രീയം ഉണ്ടല്ലോ. 95% ആളുകൾക്കും പൊളിറ്റിക്സ് ഉണ്ട്, സംഘടനയായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പം ആ നിലയിൽ നിൽക്കുന്ന ഒരു കാലമാണ്. അപ്പം ഞങ്ങളങ്ങനെ സ്കൂളിൽ നിന്ന് തുടങ്ങി പിന്നെ സെൻറ്റ് തോമസ് കോളേജിലേക്ക് വരുന്നു. പാലായി വരവും നമ്മൾ യൂണിറ്റ് എക്സിക്യൂട്ടീവിൽ ആദ്യം എടുക്കുകയുള്ളൂ. കോളേജ് യൂണിറ്റ് സ്കൂൾ യൂണിറ്റ് പ്രസിഡൻ്റായിട്ട് വരുന്നതാണെങ്കിലും അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നല്ലോ. പ്രീ ഡിഗ്രി ഉണ്ടല്ലോ. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അന്നത്തെ യൂണിറ്റ് കമ്മിറ്റികളൊക്കെ രൂപീകരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ കോളേജിൽ പോയതിന് ശേഷം പിന്നെ ഞാൻ അധികം വീട്ടിലേക്കൊന്നും അധികം വരവില്ലായിരുന്നു. കോളേജിൽ പോയെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ അവിടെ ഒരു ഹോസ്റ്റലിലാണ് താമസം. ആദ്യത്തെ പ്രീ ഡിഗ്രി മാത്രം വീട്ടിൽ നിന്ന് പോയി വന്നു. ഡിഗ്രി ആയപ്പോഴത്തേക്കും ഞങ്ങളവിടെ ഒരു ലോഡ്ജിലായി എല്ലാവരും കൂടെ താമസം. അത് പിന്നെ KSUവിൻ്റെ ആഫീസായി, യൂണിറ്റ് കമ്മിറ്റി ആഫീസായി. പിന്നെ അവിടെ ആണല്ലോ, അവിടെ കിടക്കുക, അവിടെ നിന്ന് പോവുക. ഇപ്പം ഡ്രസ്സാണെങ്കിൽ തന്നെ ഞങ്ങളൊക്കെ അത് കളർ ഷർട്ട്, ഇപ്പോൾ കതറാണെന്നെങ്കിലും കതറ്, പിന്നെ മഞ്ഞ കളറ്, അങ്ങനെ കളർ മേടിക്കും. കാരണം അതാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് അലക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം അത് ഇടുക, ഫീൽഡ് കാലത്ത് ഇറങ്ങുക, ഇതാണ്. അപ്പം അതിനിടയ്ക്ക് KSUവിൻ്റെ താലൂക്ക് കോഴ്സ് ഉണ്ടാക്കുമ്പോൾ താലൂക്കിലെ മുഴുവൻ സ്കൂളുകളിലും പോവും, ബസ്സേ കയറി പോവും. വണ്ടിക്കൂലിയൊന്നുമില്ല, അത് ആരോടെങ്കിലുമൊക്കെ ചോദിച്ചും വാങ്ങിച്ചും
സംഘടിപ്പിച്ചും ഒക്കെ ആയിട്ട് വണ്ടിക്കൂലി മാത്രം മതി. അന്ന് സൈക്കിൾ ഒരു ഫാഷനായിരുന്നു. ആ സൈക്കിളിലൊന്നും പിന്നെ നമ്മുടെ മീനച്ചി താലൂക്കിൽ പോക്ക് നടക്കത്തില്ല അധികം. കാരണം എല്ലാം മലയും കുന്നും ആയതുകൊണ്ട് സൈക്കിളിലൊന്നും നമുക്ക് പോക്ക് നടക്കത്തില്ല. നമുക്ക് ബസ്സേ മാർഗം ഉണ്ടായിരുന്നില്ല. ബസ്സിൽ പോയി അവിടെ ഇറങ്ങും, അവിടെ തങ്ങും. മിക്കവാറും അവരെന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ തന്നിരിക്കും. അതൊക്കെ കഴിച്ചാലായി, കഴിച്ചില്ലെങ്കിലായി, കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിലായി. അങ്ങനെയാണ് നമ്മുടെ ആ ഒരു കാലഘട്ടം പോയിരുന്നത്. അത് സ്കൂളുകളൊക്കെ ചിലപ്പോൾ ഉച്ചക്കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നില്ലേ? ആ ഉച്ചക്കഞ്ഞിയൊന്നും നമുക്ക് തരത്തില്ല. അത് അവിടെ പഠിക്കുന്ന കുട്ടികൾക്കല്ലേ ഉള്ളൂ. നമ്മളിതുപോലെ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ തരും. ഭക്ഷണം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഞാൻ ഇപ്പോഴും പറയാം, എനിക്ക് തടിയൊക്കെ വെക്കുന്നത്, നമ്മൾ സ്പോർട്സ് താരമായിരുന്നു സ്കൂളിലെ. അപ്പം അന്നൊക്കെ നമ്മൾ കുറച്ചുകൂടെ മെലിഞ്ഞ ശരീരപ്രകടനം. നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ വോളിബോൾ ഭ്രാന്താണല്ലോ. ഞാൻ ഈ ലോങ് ജമ്പും 800 മീറ്ററും ഉണ്ട് ഇതിലെ നമ്മുടെ സ്കൂളിലെ. നമ്മളതിൽ മത്സരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അത് എപ്പോഴും സ്പോർട്സ് വലിയ ഹരമായിരുന്നു. അപ്പോൾ അങ്ങനെ നടക്കുന്നിടത്തുനിന്നാണ് പിന്നെ KSUവിലോട്ട് കയറിയപ്പോഴത്തേക്കും പിന്നെ ഇതൊക്കെ നമുക്ക് നിർത്തി. ആ സ്പോർട്സൊക്കെ പിന്നെ ഫുൾ ടൈം ഇതിൻ്റെ പുറകെയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ആഹാരത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അന്നത്തെ പ്രധാനപ്പെട്ട ഒരു ആഹാരമാണിത് പൊറോട്ടയും സാമ്പാറും. കുറഞ്ഞ ചെലവിൽ കാര്യങ്ങൾ നടക്കുന്നതാണ്. ഒരുപാട് പേർക്കുണ്ടെങ്കിൽ ചിലപ്പോൾ 5, 6, 7, 8 പേര് കാണും ഞങ്ങളുടെ റൂമിലെ. ഇപ്പം എല്ലാവരും കൂടെ കഴിക്കുന്നത് ഈ പൊറോട്ടയും സാമ്പാറുമാണ് കഴിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊറോട്ടയുടെ മേലായിട്ട് സാമ്പാർ ഇപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള സാധനം കേട്ടോ, പൊറോട്ട സാമ്പാർ. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ശരീരത്തിൽ തടി പോലും വെച്ചത് ഒരു പരിധി വരെ പൊറോട്ട കഴിക്കലാന്ന് എനിക്ക് തോന്നുന്നു. അതൊട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡല്ലല്ലോ. പക്ഷെ അന്നത്തെ കാലത്ത് ചെറുപ്പമായതുകൊണ്ട് അതൊന്നും പ്രശ്നമല്ല. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആഹാരം. അതായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതുപോലെ ഞാൻ പറയില്ല, ഇങ്ങനെ ഒരു ചിലപ്പോൾ 3, 4, 5 ദിവസം ഒരേ ഡ്രസ്സ് ഇട്ടാണ്. അത് കാരണം കളർ ഷർട്ട് മേടിക്കും. അതാണെങ്കിൽ അലക്കിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. ഇതാരാ അലക്കി തരാനത്? അപ്പം പിന്നെ അങ്ങനെ നമുക്ക് ഒന്നും മാറാനുള്ള സംവിധാനമില്ല. അങ്ങനെ അലക്കുകളെ കൊണ്ടുപോയി പൈസ കൊടുക്കാനുള്ള മാർഗവും ഇല്ല. അലക്കടകളും കുറവായിരുന്നു. അലക്കുകളകളും കുറവാണ്. അപ്പം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ്. ഇടയ്ക്ക് പിന്നെ വന്നു കഴിഞ്ഞിട്ട് തന്നെത്താൻ കുത്തി പിന്നെ അലക്കിയിട്ടുന്ന ഏർപ്പാടുണ്ട്. പിന്നെ എല്ലാം വീട്ടിൽ വന്നിട്ട് അവിടെ അലക്കും. ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരു ആദ്യ കാലഘട്ടം. പിന്നെ ഞങ്ങൾ പിന്നെ ഒരു കോളേജിൽ ഞങ്ങൾ പിന്നെ പഠിക്കുമ്പോൾ 75-ലാണ് അടിയന്തരാവസ്ഥ വരുന്നത്. അടിയന്തരാവസ്ഥയുടെ ഒരു 2 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമില്ല. KSU പ്രവർത്തനമുണ്ട്, വേറെ സംഘടന ഇലക്ഷനൊന്നുമില്ല, കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പില്ല, മറ്റൊന്നുമില്ലാത്തപ്പോൾ ഞങ്ങളിങ്ങനെ സാമൂഹ്യ ഉദ്ധാരണ പരിപാടികൾ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ വീട് വെച്ച് കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നെ നാഷണൽ ഇൻ്റഗ്രേഷൻ സമിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോളേജുകളിൽ നിന്ന് ചില സംഘടനകളൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്ത് പ്രവർത്തിക്കും. അങ്ങനെ വേറൊരു രീതിയിൽ KSU പ്രവർത്തനമുണ്ട്. KSUവിൻ്റെ പേരിൽ ഞങ്ങൾ സാമൂഹ്യ ഉദ്ധാരണ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നത്, ഞങ്ങൾ പിന്നെ 2 വീട് അന്ന് ഞങ്ങളുടെ ഒരു പിന്നെ പരിശ്രമം കൊണ്ട് ഞങ്ങൾ 2 വീട് പണിത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെയായിരുന്നു അന്നത്തെ ഒരു ജോലി. അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോഴത്തേക്കും രാഷ്ട്രീയം ചേഞ്ച് ചെയ്തു. KSUവിനെതിരായിട്ടുള്ള, അതുവരെ ഞാൻ പറയുള്ളൂ, KSUവിന് അനുകൂലമായ ഒരു കാലഘട്ടമായിരുന്നു 67 മുതൽ അങ്ങോട്ട്. ഈ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ ഒരു ആശങ്ക ഉണ്ടാവാറുണ്ട്, എന്തായിരിക്കും ഭാവി എന്നുള്ളതിനെ കുറിച്ച്. ഭാവി അവരെ കുറിച്ച് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എന്ന് വെച്ചാൽ വീട്ടുകാർ കോൺഗ്രസ്സുകാരാണ്. ഫാദർ അവിടുത്തെ ബാങ്കിൻ്റെ ഡയറക്ടർ, ബോർഡ് മെമ്പറും, അങ്ങനെ അത്യാവശ്യം പ്രാദേശിക തലത്തിൽ രാഷ്ട്രീയമുണ്ട്. അവിടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളുമൊക്കെയാണ് അദ്ദേഹം അത്യാവശ്യമൊക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ചത് എൻ്റെ ഭാവി പോയി എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഫാദർ മിക്കവാറും വീട്ടിൽ സംസാരിക്കുന്നുള്ള അമ്മ പറയും നമ്മളോട്, ഇതിനെക്കുറിച്ച് ഓർക്കും വലിയ വിഷമമാണ്. എനിക്കും അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാഴ്ചപ്പാടൊന്നും ഇല്ലാത്തൊരു സമയം വന്ന്. അപ്പം ഞാൻ പറയാം അതൊന്നും കുഴപ്പമില്ലെന്നേ എന്ന് പറയും. പക്ഷെ പരീക്ഷയൊക്കെ ഞാൻ ജയിക്കുമായിരുന്നു, അതുകൊണ്ടാണ് വലിയ കുഴപ്പമില്ലാതെ പോകുന്നത്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ സംഘടനയ്ക്കകത്തങ്ങ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഇവൻ്റെ ഇൻവോൾവായി അഡിക്റ്റായി പോയി സംഘടനയ്ക്കകത്തോട്ട്. KSU എന്ന് പറഞ്ഞാൽ എനിക്കൊരു വലിയ വികാരമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ പോകും, ഇങ്ങനെ എല്ലായിടത്തും പിന്നെ വളരെ സജീവമായിരുന്നു. ഇതിനിടയ്ക്ക് കൂടെ നമ്മൾ എല്ലാ പരീക്ഷയും ജയിച്ചിട്ടുണ്ട്. ഈ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വീട്ടിലേക്ക് എത്താൻ പോലും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവില്ലേ? KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം ഞാൻ പിന്നെ വീട്ടിലാകെ 2-3 പ്രാവശ്യം ഒരു വർഷം വരാറുണ്ടായിരുന്നു. നമ്മൾ പിന്നെ പെസഹ വ്യാഴാഴ്ച നിർബന്ധമായിട്ട് വീട്ടിൽ പോകും. കാരണം അന്ന് ഫാദറിൻ്റെ ജ്യേഷ്ഠന് ഏറ്റവും പ്രായം കൂടിയാണ് വീട്ടിൽ. അപ്പം ഞങ്ങളെല്ലാ വീടുകളിൽ നിന്നുള്ളവർ ഒരേ വീട്ടിൽ വന്നിട്ട് അപ്പം മുറിക്കും, എല്ലാ വീടുകളിലേക്കും പോകും. അങ്ങനെ ഒരു വലിയ ചടങ്ങ്, എല്ലാവരും വരുമെന്ന്. ഇപ്പം പെസഹയുടെ ദിവസം രാത്രിയിൽ അപ്പം മുറിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മളെത്തും. പിന്നെ അങ്ങനെ എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഓണം, ക്രിസ്മസ്, മറ്റുള്ള ഈസ്റ്റർ, ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല എന്നുള്ളതല്ലാതെ
കൃത്യമായി പോകുന്ന ഒരെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു കഷ്ടപ്പാടിൻ്റെ ജീവിതമായിരുന്നു പിന്നീടുണ്ടായിരുന്നത്. പിന്നീട് അവിടുന്ന് പാലാ കോളേജ് കഴിഞ്ഞ് പിന്നെ ലോ അക്കാഡമിയിലായിരുന്നു തിരുവനന്തപുരത്ത്. അന്നേരത്തേക്ക് പിന്നെ ഫുൾ ടൈം നമ്മൾ KPCC ആഫീസിൽ താമസവും അല്ല MLA ക്വാർട്ടേഴ്സിൽ പോയി താമസിക്കും. MLA ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മുറി എന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ 10, 15, 20 പേരാണ് താമസിക്കുന്നത്. അന്നത്തെ നമ്മുടെ MLA-മാരായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവരുടെ റൂം ഇങ്ങനെ ഒരു കട്ടിലൊഴിച്ച് ബാക്കിയെല്ലാം ഞങ്ങൾക്ക് ഇങ്ങനെ വിട്ടു തന്നിരിക്കുന്നു. പ്രവർത്തകർക്ക് വേണ്ടി തുറന്നു പോകുമായിരുന്നു. പ്രവർത്തകർക്ക് വേണ്ടി വിട്ടു തന്നിരിക്കുന്നത്. ഇന്നത്തെയൊക്കെ നമുക്കൊന്നും ഇന്ന് പുതിയ ജൂനിയർ MLA-മാർ പോലും ആണെങ്കിലും വളരെ അപൂർവമായിട്ടുള്ള ആളുകളെ ഇങ്ങനെ പ്രവർത്തകർക്ക് ഇന്ന് അതുപോലെ താമസിക്കേണ്ട കാര്യമില്ല കേട്ടോ. എല്ലാവരും സ്വന്തമായി വേറെ റൂം എടുത്ത് ഹോട്ടലെടുത്ത് താമസിക്കുന്ന ആളുകളാണ്. പക്ഷെ അത് കാലം മാറിയതനുസരിച്ചാണ്. ഇപ്പം ഞാൻ അവരെ ഒന്നും കുറ്റം പറയല്ല. അപ്പം അന്നത്തെ കാലത്ത് നമുക്ക് വേറെ നിവൃത്തിയില്ല. നമുക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ താമസിക്കാനേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെ ഈ ഒരു റൂമിലൊക്കെ താമസിക്കുമ്പോഴത്തേക്ക് ആ ബന്ധത്തിന് ഭയങ്കര ഒരു ഊഷ്മളത ഉണ്ടാവില്ലല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഭയങ്കര ഊഷ്മളതയായിരുന്നു ആ ബന്ധത്തിന്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടായി എന്ന് അറിഞ്ഞാൽ കംപ്ലീറ്റ് ആൾ അവിടെ എത്തിയിരിക്കും. അത് നമ്മുടെ ഒരു അന്നത്തെ ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. KSUവിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു MLA ആകുമെന്നോ അല്ലെങ്കിൽ ജനപ്രതിനിധി ആകുമെന്നോ ഒക്കെ ചിന്തിച്ചിട്ടുണ്ടോ? KSU പ്രവർത്തിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ചിന്തയൊന്നുമില്ല. KSUവിന് അന്നത്തെ കോളേജ് യൂണിയൻ ഇലക്ഷന് ജയിക്കണം, അവിടെ നമുക്ക് യൂണിവേഴ്സിറ്റി യൂണിയനും കിട്ടണം, പിന്നെ അങ്ങനത്തെ ചില മോഹങ്ങളല്ലാതെ എന്നാൽ അതിൻ്റെ അകത്തോടെ പല എനിക്ക് സത്യത്തിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനാകാനൊന്നും പറ്റിയിട്ടുമില്ല. പല കാരണങ്ങൾ കൊണ്ടും അതൊന്നും നടന്നിട്ടില്ല. പക്ഷേ നമുക്ക് അതൊക്കെ ചിലപ്പോൾ നമുക്ക് കൊള്ളാവുന്ന ആഗ്രഹം എന്നുള്ളത്, അതിനപ്പുറത്ത് പിറ്റേ ദിവസം പിന്നെ അസംബ്ലിക്ക് നിൽക്കുക, ജയിക്കുക, അതിനെക്കുറിച്ചൊന്നും നമ്മളൊന്നും ചിന്തിക്കുന്നേ ഇല്ല. ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം KSU പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ അസംബ്ലി സീറ്റിൽ നിൽക്കണം, മത്സരിക്കാൻ ജയിക്കണം. അതും അങ്ങനത്തെ ഒരു ചിന്തയൊന്നും അങ്ങനെയില്ല. അത് നിർത്തും ചില സമയങ്ങൾ നിർത്തുമെന്ന് വെച്ചാൽ ഞാനിപ്പം പറയാം, ഇപ്പം രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന കാലത്ത് രമേശ് ചെന്നിത്തല KSUവിൻ്റെ പ്രസിഡന്റ് സ്ഥാനം കഴിഞ്ഞ് ഹരിപ്പാട് മത്സരിപ്പിക്കുന്നത്. ഹരിപ്പാട് അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായിരുന്നു. CBC വാര്യർ എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്യപ്പെടാത്ത ആളാണ്. കേരള നിയമസഭയെ ഇളക്കി മറിക്കുന്ന അമ്മാനമാടുന്ന ആളായിരുന്നു പുള്ളി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ കോട്ടയായിരുന്നു. അവിടെയാണ് കൊണ്ടുവന്ന് രമേശിനെ നിർത്തിയത്. 27ാമത്തെ വയസ്സിൽ 26ാമത്തെ വയസ്സിലെ മറ്റേ രമേശ് ചെന്നിത്തല അവിടെ കൊണ്ടുവന്നാണ് നിർത്തുന്നത്. അതല്ലാതെ ആരുടെയും ഷുഗർ സീറ്റുകളിലൊന്നും അല്ല നിർത്തുന്നത്. ഇപ്പം രമേശിൻ്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ KSU പ്രവർത്തകർ അവിടെ എത്തി. ഹരിപ്പാടുണ്ടായിരുന്നു 1.5-2 മാസം. അന്നത്തെ ഇലക്ഷൻ പ്രചരണം 1.5 മാസം നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം. അന്ന് അവർ മുഴുവൻ എല്ലാവരും അവിടെ നിന്ന് വരുന്ന നാട്ടിൽ നിന്ന് പിരിച്ച് ഒരു 2000 രൂപ 5000 രൂപ ഒക്കെ അതാ മാക്സിമം കിട്ടുന്നത്. കൂടുതൽ പിരിവൊന്നും കിട്ടത്തില്ല. ഇതൊക്കെ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് വന്നിട്ടായിരിക്കും ഇവിടെ അന്നത്തെ ചെലവ് കഴിഞ്ഞു പോകുന്നത്. ഒരു തെരഞ്ഞെടുപ്പിന്റെ പോലും ഓരോ ദിവസം ഇങ്ങനെ പിള്ളേർ കൊണ്ടുവരുന്ന പൈസ. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്നത്തെ KSU ഇന്നത്തെ KSU തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസവും ഇതാണ്. ഇന്നത്തെ KSU പ്രവർത്തകർക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ പാർലമെന്ററി മോഹം കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ? അവരെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനെ ആക്കി. ഇത് ഇവർക്കെല്ലാം അർഹതപ്പെട്ടതാണ്. ഇത് പിന്നെ ബാക്കിയുള്ളവരൊക്കെ പോട്ടെ. ഇതിപ്പോൾ ഈ രാഷ്ട്രീയത്തിലേക്ക് അങ്ങ് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം MLA, അതിൻ്റെ പിറ്റേ ദിവസം മന്ത്രി, ഇങ്ങനെയുള്ള ഒരു ചിന്ത അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ വന്നുപോയി. എനിക്കൊക്കെ സീറ്റ് കിട്ടുന്നത് 45 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ആദ്യമേ. അതും എല്ലാ പോസ്റ്റുകളും വഹിച്ച് KSU പ്രസിഡന്റും കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയും കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ കമ്മിറ്റിയിലും ഇരുന്ന് KPCCയുടെ സെക്രട്ടറിയായി നിൽക്കുമ്പോഴാണ് നമുക്ക് ആദ്യം സീറ്റ് കിട്ടുന്നത്. നമുക്ക് അന്ന് വരെ അതിനെക്കുറിച്ചൊന്നും വലിയ പരാതിയൊന്നുമില്ല. കാരണം കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിലെ സീറ്റ് വരുമ്പോഴത്തേക്കും മിക്കവാറും നമുക്കൊക്കെ നിൽക്കാൻ പറ്റിയ സീറ്റുകളൊക്കെ കേരള കോൺഗ്രസിന് പോകും. പിന്നെ നമുക്കവിടെ സീറ്റ് കാണിയില്ല. നമ്മളൊരെണ്ണം മാറി നിൽക്കും. നമ്മളെക്കാളൊക്കെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ വരുന്നു, MLA-മാരാകുന്നു. അതൊക്കെ അതിലെ വരട്ടെ. അതിപ്പം നമ്മുടെ തലയിൽ അങ്ങനെ വരയ്ക്കാൻ അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സംവിധാനമായിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കാറുള്ളൂ. അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് കിട്ടിയില്ല, അത്രേ ഉള്ളൂ. അതിനെപ്പറ്റി വലിയ പരാതിയൊന്നും നമുക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് നമുക്കൊക്കെ സീറ്റ് കിട്ടുന്നത്.